ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി സോസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുരുമുളക്, മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇതും ഇട്ടു. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവറാണ്. കോൺഫ്ലവറും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ പിഴിയണം. നാരങ്ങയും കുരുവൊക്കെ കളഞ്ഞ് നാരങ്ങയും കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ കോളിഫ്ലവർ വെച്ചിരുന്നല്ലോ അടുപ്പിൽ, അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതൊരു വേണമെങ്കിൽ ഒരു 10-15-20 മിനിറ്റൊക്കെ നമുക്കിങ്ങനെ അതിങ്ങനെ വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പം പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കോളിഫ്ലവർ വറുത്തത്. അപ്പോൾ അവർ ഒരു 4 മണിക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അധികം തിന്നാൻ പാടില്ല എന്ന് തോന്നുന്നു. അപ്പം അത്രയേ ഉള്ളൂ.